നമുക്ക് മറ്റൊരു വാർത്ത കൂടി പരിശോധിക്കേണ്ടത് രാകേഷ്. അമേഠിയിലും റായ്ബറേലിയിലും പത്രിക സമർപ്പിക്കാൻ ഇനി 3 നാൾ മാത്രമാണ് ബാക്കിയുള്ളത്. പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇന്നോ നാളെയോ ഉണ്ടാകും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. വാർത്തയുടെ വിശദാംശങ്ങളുമായി രാകേഷ് തന്നെ ചേരുന്നുണ്ട്. രാകേഷ്, ഇതിലിപ്പോൾ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അന്തിമ തീരുമാനമെടുക്കട്ടെ എന്നുള്ളതാണല്ലോ. 2 പേരുകളും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും പേരുകൾ സജീവമാണ്. പക്ഷേ ഇതാ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയമായി. അപ്പോഴും എന്തുകൊണ്ടാണ് ഈ തീരുമാനം വൈകുന്നത് എന്നതിൽ എന്തെങ്കിലും സൂചനയുണ്ടോ? അഭിലാഷ്, സാധാരണഗതിയിൽ കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കുന്ന 2 സീറ്റുകളാണ് അമേഠിയും റായ്ബറേലിയും. പക്ഷേ ഇത്തവണ അത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അനന്തമായി നീളുകയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം. 5ാം ഘട്ടത്തിലാണ് റായ്ബറേലിയിലെയും അമേഠിയിലെയും തെരഞ്ഞെടുപ്പ്, വോട്ടെടുപ്പ്. അതിന് 20-ാം തീയതി വോട്ടെടുപ്പ് നടക്കുമ്പോൾ മെയ് 3-ാം തീയതി, അതായത് 3 ദിവസം മാത്രം ബാക്കിയുള്ളത് പത്രികാ സമർപ്പണത്തിന്. ഏതായാലും ഇപ്പോഴും കോൺഗ്രസ് അക്കാര്യത്തിൽ അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെയും പഞ്ചാബിലെ 4 സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അപ്പോഴും ഈ സീറ്റുകളുടെ കാര്യത്തിൽ തീരുമാനം എത്തിയിട്ടില്ല. ഏതായാലും ഇന്നോ നാളെയുമായി പ്രഖ്യാപനത്തിലേക്ക് കോൺഗ്രസ് കടന്നേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഏതായാലും രാഹുൽ ഗാന്ധി മത്സരരംഗത്തുണ്ടാകും. അത് അമേഠിയിലായിരിക്കുമോ റായ്ബറേലിയിലായിരിക്കുമോ എന്ന കാര്യത്തിലാണ് വ്യക്തതയില്ലാത്തത്. UP-PCC ഏതായാലും അവരുടെ നിലപാട് ആവർത്തിച്ചിട്ടുണ്ട്. ഈ 2 പേരും മത്സരിക്കണം. ഈ 2 പേരും മത്സരിക്കുകയാണെങ്കിൽ വിജയ സാധ്യതയുണ്ട്, ഉറപ്പായും വിജയിക്കാൻ കഴിയും. അതല്ല, ഗാന്ധി കുടുംബത്തിന് പുറത്താണ് 2 സ്ഥാനാർത്ഥികൾ വരുന്നതെങ്കിൽ എന്നേക്കുമായി ഈ സീറ്റ് നഷ്ടപ്പെട്ടേക്കുമെന്ന ആശങ്കയും UP-PCCക്ക് ഏതായാലും നിലവിലുണ്ട്. നിലവിൽ മല്ലികാർജ്ജുൻ ഖാർഗെയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാനായി. അതുകൊണ്ട് തന്നെ ഉടൻ പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യത. പക്ഷേ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി. ഏതായാലും ഇന്ന് മധ്യപ്രദേശിലാണ് രാഹുൽ ഗാന്ധി ഉള്ളത്. നാളെ പ്രചാരണ പരിപാടികളൊന്നും തന്നെ നിശ്ചയിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ രാഹുൽ നാളെ പത്രിക സമർപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകിട്ടോടുകൂടി പ്രഖ്യാപനം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായേക്കും.